നമ്മളിന്ന് സെറ്റ് എക്സാമിന് ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് പരിചയപ്പെടുന്നത്. നമ്പർ തിയറിയിൽ ജാനുവരി 2024 സെറ്റ് എക്സാമിന് ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. If phi is the Euler torsion function, then phi of 1001 equal to dash. Options are 192, 144, 96, 295. Phi എന്നത് ഒരു ഓയിലർ ടോർഷൻ ഫംഗ്ഷൻ ആണ്. അങ്ങനെയെങ്കിൽ phi of 1001 എന്താണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് phi of ഒരു നമ്പർ അല്ലെങ്കിൽ phi of n കാണുന്നത് എങ്ങനെയാണ് നമ്മൾ പഠിച്ചതാണല്ലോ. phi of n കാണാനുള്ള ഇക്വേഷൻ ഉണ്ടായിരുന്നു. ആദ്യം നമ്മൾ n എന്നുള്ള നമ്പറിനെ നമ്മൾ പ്രൈം ഫാക്ടറൈസ് ചെയ്യും അല്ലേ. P1, P2, P3 അങ്ങനെ അതിൻ്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതും. അപ്പോൾ phi of n കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? n into 1 minus 1 by P1 into 1 minus 1 by P2 into etc. 1 minus 1 by PR അല്ലേ. സോ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് തന്നിരിക്കുന്ന നമ്പറിനെ പ്രൈം ഫാക്ടറൈസ് ചെയ്യണം. ഇവിടെ തന്നിരിക്കുന്ന നമ്പർ 1001 ആണ്. 1001നെ നമുക്ക് പ്രൈം ഫാക്ടറൈസ് ചെയ്താൽ, അതായത് പ്രൈം നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് ആയിട്ട് 1001നെ എക്സ്പ്രസ് ചെയ്യണം. അതായത് നമുക്ക് 1001നെ 7 into 11 into 13 എന്നുള്ള രീതിയിൽ പ്രൈം ഫാക്ടറൈസ് ചെയ്യണം. സാധാരണ ഡിവിഷൻ നടത്തുന്ന പോലെ നമ്മൾ ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ 1001നെ 7 into 11 into 13 എഴുതാം. അപ്പോൾ phi of 1001 എന്തായിരിക്കും? phi of ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ 1001 into 1 minus 1 by P1, ഫസ്റ്റത്തെ പ്രൈം നമ്പർ ഇവിടെ ഏതാ? 7 ആണ്. അപ്പോൾ 1 minus 1 by 7 into 1 minus 1 by second prime number 11, 1 minus 1 by 11 into third prime number 13 ആണ്. So 1 minus 1 by 13. Okay, that is equal to 1001 into ഇവിടെ വാല്യൂ കണ്ടുപിടിച്ചാൽ 1 minus 1 by 7 is 7 minus 1 by 7 വരും, അതായത് 6 by 7. ഓക്കെ, നെക്സ്റ്റ് ടൈമിൽ 11 minus 1 by 11 വരും, അതായത് 10 by 11. ഇവിടെ 13 minus 1 by 13 വരും, അതായത് 12 by 13 വരും. ഓക്കെ, ഇനി ഇതൊന്ന് സോൾവ് ചെയ്തെടുത്താൽ നമുക്ക് വാല്യൂ 720 എന്ന് കിട്ടും. ഓക്കെ, 720 മൾട്ടിപ്ലൈ നോക്കാം. 720 എന്ന് കിട്ടും. 720 അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് phi of 1001 ആണ്. പക്ഷേ ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് phi of 1001 ആണ്. ഓക്കെ, അപ്പോൾ ഇനി അതിൻ്റെ, അതായത് 720 കിട്ടി, ഇനി അതിൻ്റെ phi കാണണം. ഓക്കെ, അതായത് phi of 720 കണ്ടുപിടിക്കണം. ഓക്കെ, phi of 720 ഇതുപോലെ തന്നെ 720യെ പ്രൈം ഫാക്ടറൈസ് ചെയ്യുക. 720യെ പ്രൈം ഫാക്ടറൈസ് ചെയ്യാൻ 720നെ നമുക്ക് 2 raised to 4 into 3 square into 5 power 1 ഈ രീതിയിൽ എഴുതാം. 2 power 4, 3 power 2, 5 power 1. ഓക്കെ, അപ്പോൾ 720നെ മുമ്പ് ഉപയോഗിച്ച് അതേ ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്താൽ 720 into 1 മൈനസ് ഫസ്റ്റത്തെ പ്രൈം നമ്പർ 2 ആണ്. ഓക്കെ, അപ്പോൾ 1 minus 1 by 2 into 1 minus ഇവിടെ 1 by 3 into 1 minus 1 by 5. ഓക്കെ, അപ്പോൾ അതിൽ നിന്നും 720 into ഇവിടെ 1 minus 1 by 2 is 1 by 2, then 1 minus 1 by 3 is 3 minus 1 by 3 വരും, അതായത് 2 by 3. ഇനി ഇവിടെ 1 minus 1 by 5, അതായത് 5 minus 1 by 5 വരും, അതായത് 4 by 5. ഇനി ഇതൊന്ന് സോൾവ് ചെയ്താൽ നമുക്ക് 192 എന്ന ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഓപ്ഷൻ ഏതായിരുന്നു? ഓപ്ഷൻ 192. ഓപ്ഷൻ എ ആണ് നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. If GCD of A, B equal to D, then GCD of A by D, B by D is equal to, options are AB by 2, D, then D square 1. 4 ഓപ്ഷൻസ് ആണുള്ളത്. GCD of A, B എന്ന് പറഞ്ഞാൽ D ആണെങ്കിൽ GCD of A by D, B by D എന്ന് പറഞ്ഞാൽ എന്താണ്? GCD of A by D, B by D എന്ന് തന്നെയാണ്. ഇതിൻ്റെ ഇടയ്ക്കാണ് GCD D ആണ്. അങ്ങനെയെങ്കിൽ A by ഡിയുടെയും B by ഡിയുടെയും സെയിം ആ നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്താൽ ആ കിട്ടുന്ന അതിൻ്റെ GCD എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും? 1 ആയിരിക്കും. ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. The last digit of 6 raised to 500 is dash. Options are 0, 5, 6, none of this. അപ്പോൾ 6 raised to 500ൻ്റെ
ലാസ്റ്റ് ഡിജിറ്റ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 6ൻ്റെ പവേഴ്സ് എടുക്കുകയാണെങ്കിൽ 6 പവർ 1 എന്ന് പറഞ്ഞത് 6 ആയിരിക്കും. ദെൻ 6 പവർ 2 എന്ന് പറഞ്ഞത് 36 ആണ് അല്ലേ. അങ്ങനെ 6 പവർ 3 എന്ന് പറഞ്ഞത് 216 ആണ്. 6 പവർ 4 എടുത്താൽ 1296 ആണ്. അപ്പോൾ നമ്മളിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഏത് പവർ എടുത്താലും നമുക്ക് ലാസ്റ്റ് ഡിജിറ്റ് ആയിട്ട് വരുന്നത് 6 ആയിട്ട് കാണാം. ഓക്കെ, അപ്പോൾ 6⁵500 എടുത്താലും അതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് ഏത് തന്നെ വരുള്ളൂ? 6 വരുള്ളൂ. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ